കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ആദ്യം അറിയുന്നു, അതിൻ്റെ അവസാനവും എൻ്റെ കർത്താവിനറിയാം. അവിടുന്ന് അൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്. സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളും നാളുകളും നടക്കേണ്ട വിഷയങ്ങളും നമുക്കറിയില്ല, മറ്റാർക്കും അതറിയില്ല. എന്നാൽ അറിയുന്ന ഒരു ദൈവമുണ്ട്. 400 സംവത്സരം കഴിഞ്ഞപ്പോൾ മിസ്രയീമ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നു. നമുക്കറിയാം, 400 സംവത്സരങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് ഈ ജനം പ്രവാസത്തിലേക്ക് പോകും. അവരെന്ന് അവിടുന്ന് തിരിച്ചു വരുമെന്നൂടെ ദൈവം പറഞ്ഞു. അപ്പോൾ പോകുന്നത് മാത്രമല്ല, ഗമനം മാത്രമല്ല, ആഗമനത്തെയും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം പറഞ്ഞിട്ട് വാക്ക് മാറ്റിയോ? വർഷങ്ങൾ പലതും കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ പല പ്രസ്താവനകളും മറന്നു പോകും. തലമുറകൾ കഴിയുമ്പോൾ അതിന് മാറ്റം വരും. പക്ഷേ ദൈവം പറഞ്ഞ കാര്യം റൈറ്റ് ടൈമായപ്പോൾ ദൈവം നിവർത്തിച്ചു കൊടുത്തു. ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, സങ്കടമറിഞ്ഞു എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് 400 വർഷത്തിന് മുമ്പുള്ള തൻ്റെ വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തിച്ച് തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ച ചരിത്രം നമ്മൾ മറന്നു പോകരുത്. പ്രിയ സഹോദരങ്ങളെ, തടയാൻ ആര് ശ്രമിച്ചാലും, പിടിച്ചു നിർത്താൻ ആര് നോക്കിയാലും, വിടത്തില്ലെന്ന് പറഞ്ഞാലും, ആരാധനയ്ക്ക് തൻ്റെ ജനത്തെ വിട്ടയക്കാൻ, ആത്മീക സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ, അതുവരെ അവരുടെ സ്വസ്ഥതയെ കെടുത്തിയ ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ റൈറ്റ് ടൈമിൽ ദൈവം ചെയ്യേണ്ടത് ചെയ്യും. കേട്ടോ, ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? ഞങ്ങളുടെ മേൽ കേട്ട ഒത്തിരി ദൈവശബ്ദമുണ്ട്. എന്തുകൊണ്ട് താമസിക്കുന്നു? ദൈവം താമസിച്ചൊരു കാര്യം ചെയ്യത്തില്ല, അതിനു മുമ്പും ഒരു കാര്യം ചെയ്യത്തില്ല. അവിടുന്ന് സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നാം സേവിക്കുന്ന ദൈവമാണ്, നാം ആരാധിക്കുന്ന ദൈവമാണ്. പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ പ്രിയരെ? ആഴിയെ പാതയാക്കിയ ദൈവം, ആഴത്തിലിറങ്ങി വന്ന ദൈവം, അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കി അവിടം കൊണ്ട് തീർന്നില്ല, വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവം. ദാവീദ് മറ്റൊരു സങ്കീർത്തനത്തിൽ 66 പറയുന്നു, തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു, മുതുകത്ത് ഭാരം വെച്ചു വലയിലകപ്പെട്ടു, മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ മേൽ കയറി ഓടിക്കുമാറാക്കി. ആ വാക്യം കൊണ്ട് തീർന്നില്ല. കേട്ടോ, അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ആത്മാവിൻ്റെ സമൃദ്ധി, കരുത്ത്, എല്ലാ മേഖലകളെയും ജയിക്കാനുള്ള അനോയിൻറ്റിങ്, ദൈവകൃപ, അതിൻ്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് ചില ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് നൽകുമെന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യണം. നമുക്കറിയാം, യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു, നീ തീയിലൂടെ കടന്നു പോകും, വെള്ളത്തിലൂടെ കടന്നു പോകേണ്ടി വരും, പക്ഷേ അഗ്നിജാല നിന്നെ ദഹിപ്പിക്കില്ല. എബ്രായബാൽമാർ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ കടന്നു പോയില്ലേ? അഗ്നിജാലയ്ക്ക് തൊടാൻ പറ്റിയോ? വെള്ളത്തിലൂടെ കടന്നു പോകേണ്ടി വരും, പക്ഷേ നദി നിന്നെ മുക്കിക്കളയുകയില്ല. ദൈവം അതിരുവെച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ,
ഇത് നമ്മളെ ഒഴുക്കിക്കളയത്തിൽ, അത് വന്ന വഴിക്ക് തിരിഞ്ഞു പോവും. നമ്മൾ ശക്തരായ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ വലിയ ഇടപെടിയിൽ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ആദരിക്കും. യെശയ്യാപ്രവചനം 41:6 അവർ അന്യോന്യം സഹായിച്ചു, ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്ക എന്ന് പറഞ്ഞു. തുടക്കം നമുക്കറിയാം. ദ്വീപുകൾ ദൈവശബ്ദം കേൾക്കട്ടെ. ജാതികളെ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവം, രാജാക്കന്മാർ മേൽ വാഴുന്ന ദൈവം, അവരുടെ വാളിനെ പൊടി പോലെയാക്കി വില്ലിനെ പാറിക്കുന്ന ദൈവം അതിനെ താളടി പോലെയാക്കും. എന്നിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി അത്യുത്തമമാണ്, അതാർ പ്രവർത്തിക്കും ആരനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാനാണ്. ഞാൻ ആദ്യനാണ്, അന്ത്യന്മാരോടുകൂടെ ഞാൻ അനന്യനാണ്. എല്ലാം തീർന്നു, അവസാനമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അനന്യനായൊരു ദൈവം ആഴിയിലിറങ്ങി വന്ന്, ആവർത്തിച്ച് പറയുന്നു, കുരലിറങ്ങി വരുന്ന, തീച്ചൂളയിലിറങ്ങി വരുന്ന, സിംഹത്തിൻ്റെ കുഴിയിലിറങ്ങി വരുന്ന, പത്മോസിൻ്റെ ഏകാന്തതയിൽ ഇറങ്ങി വരുന്ന സർവശക്തനായൊരു ദൈവം നമ്മുടെ ദൈവമാണ്. അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. അത് കണ്ട് ദ്വീപുകൾ ഭയപ്പെട്ടു, ഭൂമിയുടെ അറുതികൾ വിറച്ചു. അവർ ഒന്നിച്ചുകൂടി അടുത്തു വന്നു. ഇനിയും ദൈവപ്രവൃത്തി കണ്ടപ്പോൾ എൻ്റെന്ന് കഴിഞ്ഞ് സകലത്തിനും ഫുൾ സ്റ്റോപ്പ് ഇടാൻ ശ്രമിക്കുമ്പോൾ ആ എൻഡിലേക്ക് ഇറങ്ങി വന്ന് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം കേട്ട ചിതറിപ്പോയവർ, ദ്വീപിനകത്തകപ്പെട്ടതുപോലെ മൂവ് ചെയ്യാൻ പറ്റാത്തവർ എല്ലാവരും ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് വന്നു. എന്നിട്ട് നോക്കൂ, അവർ അന്യോന്യം സഹായിച്ചു, ഒരുത്തൻ മറ്റൊരുത്തവനോട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു. ഒരുമിച്ച് നിന്ന് ധൈര്യത്തോടെ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹമാക്കി നിങ്ങളുടെ കുടുംബങ്ങളെ, ദൈവസഭയെ നിൽക്കട്ടെ. ദൈവം ഇന്ന് പകൽ ചില അത്ഭുതം ചെയ്യാൻ പോകുക. ചിതറിപ്പോയതിനെ ശേഖരിച്ച് ഭയമുള്ള ചില വിഷയങ്ങളുടെ മേൽ ഭയത്തെ മാറ്റി ധൈര്യം നൽകി പരസ്പരം പറയാൻ പോകുകയാണ്, ധൈര്യപ്പെടുവീൻ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അന്യോന്യം സഹായിക്കാൻ പോകുക. ആശാരി തട്ടാനെയും തട്ടാൻ കൊല്ലനെയും കൊല്ലൻ കൂടം തട്ടുന്നവനെ എല്ലാവരും പല വെറൈറ്റിയിലുള്ളവർ പരസ്പരം സഹായിച്ചൊരു വലിയ ആത്മിക പണിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇടിഞ്ഞതിനെ പണിയാൻ, തകർന്നതിനെ പണിയാൻ, ധൈര്യം ചോർന്നെടുത്ത് ബലം നൽകി, കരുത്തില്ലാത്തവന് കരുത്ത് നൽകി, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകി. ഇന്നു പകൽ അവിടുത്തെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കാൻ പോകുക. ധൈര്യത്തോടെ പറഞ്ഞ ചില വിഷയങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട. ആദ്യനും അന്ത്യനുമായവൻ, മാറ്റമില്ലാത്തവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ. ആ ശബ്ദത്താൽ ചിതറിപ്പോയത് ശേഖരിക്കപ്പെടും. ആ ശബ്ദത്താൽ വൻകാര്യങ്ങൾ നടക്കുന്ന നിമിഷങ്ങളാണ്. ആ ശബ്ദം വരുമ്പോൾ ആശയറ്റ വിഷയങ്ങളെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്ന ശബ്ദം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. നിരാശകൾ മാറട്ടെ. പരസ്പരം ധൈര്യപ്പെടുത്തൂ. കുടുംബാംഗങ്ങൾ പറ, ദൈവം നമ്മോട് കൂടെ എല്ലാ ടൈമിലും എൻ്റെ സമയത്തും ഇറങ്ങി വരും. ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിൽക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇനിയൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ വിളിച്ച് പ്രഖ്യാപനം ചെയ്യുക. ആരും നിങ്ങളെ വിമർശിക്കട്ടെ, ആരും നിരാശയുടെ വാക്ക് പറഞ്ഞ് നിങ്ങളെ തളർത്താൻ നോക്കട്ടെ. പറ, എൻ്റെ ദൈവം വിടുവിക്കുന്നവനാ, എൻ്റെ ദൈവം സൗഖ്യമാക്കുന്നവനാ, എൻ്റെ ദൈവം. നിങ്ങൾ പരസ്പരം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തലമുറകൾ വിളിച്ചു പറ. അഭിഷിക്തന്മാരെ പറ, എൻ്റെ ദൈവമായി എന്നെ വിളിച്ചത് ഉണ്മയുള്ളവനാ, ധൈര്യപ്പെടുത്താൻ, സഹായിക്കാൻ, ആത്മാവിൽ കരുത്ത് പകരാൻ. ശിഷ്യന്മാരുടെ നാവുകൾ നമ്മുടെ അകത്ത് നിന്ന് ഇന്ന് പകൽ വെളിപ്പെടുമെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന, ക്ലേശിപ്പിക്കുന്ന റാശതേരിയാന്തരഹസ്യ ധൈര്യത്തെ ഇല്ലാതാക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ഇന്നു പകൽ സ്വർഗം ജയം കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക. തീർന്നിടത്ത് പറ, തീർന്നിട്ടില്ല, ഇതാ പുതിയത് തുടങ്ങാൻ പോകുക. പണ്ടത്തെ
മുമ്പത്തത് ഓർക്കണ്ട, പഴയ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു. മരുഭൂമിയിൽ, നിർജ്ജന പ്രദേശത്ത്, വരണ്ട നിലത്ത് നീരൊഴുക്ക് പകരുന്ന ദൈവത്തിൻ്റെ മഹത്വം. ദൈവത്തിൻ്റെ കൈ അത് ചെയ്തുവെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ സൃഷ്ടിച്ചുവെന്നും എല്ലാവരും കണ്ട് മനസ്സിലാക്കി ഗ്രഹിക്കുവാൻ ചില അടയാളങ്ങൾ തൻ്റെ ജനത്തിനു വേണ്ടി അവിടുത്തെ ആത്മാവ് ചെയ്യുന്ന നിമിഷം അത്രയെന്ന് പരിശുദ്ധാത്മാവിൽ സന്ദേശം പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക. തളർന്നിരിക്കുന്നവർ ധൈര്യപ്പെടട്ടെ, ശക്തിയില്ലാത്തവർ ശക്തി ഏറ്റെടുക്കട്ടെ, ബലമില്ലാത്തവർ ആത്മാവിൽ ബലപ്പെടട്ടെ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുക. പരസ്പരം സഹായിക്കുക, ശക്തി കൊടുക്കുക, ബലത്തോടെ നിൽക്കുക. ധൈര്യം ചോർന്നു പോകരുത്. വിലാപങ്ങൾ നൃത്തമാകാൻ പോകുന്നു, രട്ട് സന്തോഷമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ജനമാത്മാവിൽ ശക്തരാകട്ടെ, അഭിഷേകത്തോടെ നിൽക്കട്ടെ. സകല പോർവിളികളും അഴിയട്ടെ. ഒരുമിച്ച് ജനം കൂടി വരട്ടെ. ചിതറിപ്പോയവർ ശേഖരിക്കപ്പെടട്ടെ. ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ചില പണിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ ചിതറിപ്പോയവരെല്ലാം ശേഖരിക്കപ്പെട്ടവരായി അന്യോന്യം ധൈര്യത്തോടെ കരുത്തോടെ ഞങ്ങളുടെ ദൈവം ഞാൻ കാര്യങ്ങളെ സാധിപ്പിക്കും എന്ന് പറഞ്ഞ് പരസ്പരം നെഹമ്യാവ് എല്ലാവരെയും ബലപ്പെടുത്തിയതുപോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ഞങ്ങളത് വിശ്വസിക്കുന്നു. വിടുതൽ വ്യാപരിക്കുന്നു, സൗഖ്യം വ്യാപരിക്കുന്നു, ചവറായി ശേഷിപ്പോൾ ശക്തീകരിക്കപ്പെടുന്നു. പിതാവേ, എൻ്റെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെട്ട് വന്നിരിക്കയാൽ സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും അവിടുത്തെ പദവിടത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണം. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ഞങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു, ഞങ്ങൾ നടക്കാൻ പോകുന്നു, ഞങ്ങൾ നിൽക്കാൻ പോകുന്നു. വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം നിങ്ങളെല്ലാം ഇടയാക്കും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.